ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള വേറൊരു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇനി ഉത്സവ തറയെല്ലാം സീസണാണ് എന്ന്. അപ്പോൾ ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിതിൻ്റെ ബാക്കി ലാസ്റ്റ് പറയാം. അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സ് ചെയ്ത് ചതുക്കി എടുക്കുകയാണ്. പച്ചമുളക് ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളക് ചെറിയ കഷ്ണമായിട്ട് 2-3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ഞാൻ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ബീൻസ് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യിൽ കോളിഫ്ലവർ, സോയാബീൻ ഇതൊക്കെ ഉണ്ടെങ്കിലും അതും എടുക്കുക. ഇപ്പോൾ കയ്യിൽ ഇത്ര പച്ചക്കറികളുള്ളതുകൊണ്ട് അത് മാത്രം എടുത്തത്. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കുപ്പിയിൽ നിന്ന് കിട്ടുന്നില്ല. പുറത്തേക്ക് എടുക്കാൻ കുറച്ച് നല്ല പാടി തന്നെയായിരുന്നു. കട്ടിയായിപ്പോയി അത് നല്ലോണം. അപ്പോൾ നെയ്യിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഈ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലതായി പൊരിഞ്ഞ് വരുമ്പോൾ ഈ പച്ചക്കറി ഫസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ഗ്രീൻ പീസ് ഒരു വിസിൽ വരുത്തി വെച്ചതാണ്. അധികം വെന്തിടേണ്ട ആവശ്യമില്ല ഗ്രീൻ പീസ്. അപ്പോൾ ഗ്രീൻ പീസും ഉള്ളിയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ മസാലകളൊന്നും ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. വേണമെങ്കിൽ മഞ്ഞൾ പൊടിയൊക്കെ ചേർക്കാം. ഒരു ബിരിയാണീൻ്റെ കളറൊരു മഞ്ഞ കളർ കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഉള്ളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ബാക്കി പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് തോന്നി, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ബിരിയാണീൻ്റെ കളറൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഗരം മസാല ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നേരത്തെ പച്ചക്കറികൾ ചേർക്കുമ്പോൾ ഞാനതിൽ തക്കാളി ചേർത്തിട്ടില്ലായിരുന്നു. തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകണ്ടെന്ന് കരുതിയിട്ട് ആ സമയത്ത് തക്കാളി ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നത് ബിരിയാണിയിലേക്ക് ഈ മസാല ഇടുമ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ആദ്യം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചതാണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ബിരിയാണിയിലേക്ക് ഇടുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് രണ്ടും മാറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ പെരിഞ്ജീരകം ഇതിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക.
പിന്നെ ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അരി കഴുകി കുതിർത്തിട്ടില്ല, കഴുകി വാർത്ത് വെച്ചതാണ് ഈ ഒരു പാത്രത്തിൽ. ഇനി അരി ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജീരകശാല അരിക്ക് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലെടുത്തത്. തിളപ്പിച്ച വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ബിരിയാണി റൈസ് കുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് ഒന്ന് ഇളക്കിയിടുന്ന സമയത്ത് ഇതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടി ഒറ്റിച്ചു കൊടുക്കണം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം ചോറ് 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയില്ലേ, ചോറ് കുറച്ച് അടിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ മസാല അടിയിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മസാലേൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ചോറും ഇങ്ങനെ ഇട്ട് കൊടുക്കുക മുകളിലോട്ടായിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചോറിൻ്റെ മുകളിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആക്കിയതിന് ശേഷം വൈകുന്നേരം വീട്ടിൻ്റെ അടുത്തുള്ള കാവിൽ തെറ കാണാൻ പോയില്ല. ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു, എൻ്റെയും മോളെയൊന്നും പനിയായിരുന്നു. അപ്പോൾ ഘോഷയാത്ര ഇവിടെ വീട്ടിൻ്റെ അടുത്തുനിന്നാണ് പോകുന്നത്. 6:30 ഘോഷയാത്ര പോകുന്നത് പറഞ്ഞിരുന്നു നോട്ടീസിലെല്ലാം. ഞങ്ങൾ വിചാരിച്ചു സമയം ലേറ്റ് ആവുമായിരിക്കും ഘോഷയാത്ര വരാമെന്ന്. അപ്പോൾ ഞങ്ങളെ കോലം കണ്ടു, പനിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തിയിട്ട് ബാക്കി എന്താ പറ്റിയെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ബിരിയാണി ഒരു 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അരിയെല്ലാം ഇപ്പം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഘോഷയാത്ര എന്ന് പറഞ്ഞില്ലേ, മെയിൻ റോഡിലേക്ക് വരണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ, ചുമ്മാ വെച്ചതാണെന്ന് ആദ്യം കരുതിയേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ ദഫ്മുട്ടും പിന്നെ പെൺകുട്ടികളുടെ കുറച്ച് ഡാൻസ് ആയിരുന്നു. അതിന് മുമ്പേ തന്നെ ബാക്കിയുള്ള ഘോഷയാത്രയുള്ള ഇതെല്ലാം കഴിഞ്ഞു പോയിരുന്നു. അവർ കറക്റ്റ് സമയത്ത് തുടങ്ങിയിരുന്നു പരിപാടിയൊക്കെ. ഈ 2 പരിപാടിയും ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് ഘോഷയാത്രയിൽ. ബാക്കിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. എന്നാലും ഇത് ഷൂട്ട് ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ആഡ് ചെയ്യുന്നുണ്ട്.